നിങ്ങളുടെ പേഴ്സണ് ഇന്ന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം അല്ലേ. എന്നിട്ട് ആരോ മാത്രം മതിയേ. ഏസ് ഓഫ് കപ്സ്, വാവ്, ക്വീൻ ഓഫ് സ്വാർഡ്സ്, ഫോർ ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, ടെൻ ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, ഹൈ പ്രീസ്റ്റസ്. ചിലർക്കെങ്കിലും ഫാമിലിയിൽ നിന്നും നിങ്ങളുടെ വിവാഹത്തിന് ഒരു എതിർപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നാണ് കേട്ടോ. അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫാമിലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ശ്രമത്തിലാണ് അവർ എന്നാണ് പറയുന്നത്. തീർച്ചയായും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കേണ്ട ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട്. എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കില്ല, വെയിറ്റ് ചെയ്തിരിക്കേണ്ടുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് പലർക്കും ഉള്ളതായിട്ട് കാണുന്നു. ചിലർക്ക് അവരുടെ മദറിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പാണ്, ചിലർക്ക് അൺഫോർച്ചുനേറ്റ്ലി സ്പൗസ് ഉണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവിടെ ഒരു വൈഫിൻ്റെ സാന്നിധ്യം, പുരുഷന്മാരാണെങ്കിൽ വൈഫിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് ക്വീൻസിൻ്റെ സാന്നിധ്യം കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പാരൻ്റൽ പ്രഷറാണെങ്കിൽ അവർ അവിടെ സമ്മതിപ്പിച്ച് വിവാഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ അവർ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്, ഒരിക്കലും അവരെ വിട്ടു പോകരുത് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ ആസ് എ പേഴ്സൺ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ക്യാരക്ടറാവട്ടെ, പെരുമാറ്റമാവട്ടെ, സംസാരമാവട്ടെ, നിങ്ങളെ ആകെ മൊത്തം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതുപോലെ എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയുന്നു. അവർ കോൾ, മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നിങ്ങളെ വന്ന് കണ്ടുകൊള്ളാം, സംസാരിക്കാം എന്ന് അവർ പറയുന്നുണ്ട്. പറ്റുന്ന സമയത്ത് തീർച്ചയായും മെസ്സേജ് അയക്കാം എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പിക്ചറൊക്കെ കൈവശമുണ്ടെങ്കിൽ അവരത് എടുത്ത് നോക്കാറുണ്ട് എന്നും പറയുന്നു. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ ഇവർ വളരെ എന്താ പറയുക, തുടർച്ചയായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലാണ് അവർ, ഇമോഷണലി കണക്റ്റഡ് തന്നെയാണ് കേട്ടോ. അതുപോലെ നിങ്ങളോട് ജോലിയിലേക്കും കുറച്ച് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട, അവർ വന്നു കൊള്ളാം. ജോലിയിലേക്കും കൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയർ, അതിൻ്റെ ഉന്നമനം, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, സേവിങ്സിലേക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെയൊക്കെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്ന് ചുരുക്കി പറഞ്ഞാൽ. ടാരോ നിങ്ങളിൽ രണ്ടിൽ ഒരാൾ ഒരുപാട് കാണുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒന്നുകിൽ ഒരു റീഡിംഗ് എടുത്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഏത് പേഴ്സൺ ഒരു ടാരോ റീഡർ ആയിരിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആസ്ട്രോളജി, ന്യൂമറോളജി, ഒക്കൾട്ട് റിലേറ്റഡ് അങ്ങനത്തെ എന്തെങ്കിലും സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുമായിരിക്കാം. ഓക്കെ.